ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്രാഫ്റ്റ് പറഞ്ഞതും ബോട്ടിൽ ക്രാഫ്റ്റ് തന്നെയാണ്. പക്ഷെ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് സ്റ്റോറി ബുക്സും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? നെറ്റിൽ വായിച്ചിട്ടുണ്ടാവും, ബുക്കിൽ വായിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഒരുപാട്. പക്ഷെ ഇത് ഞാൻ ബോട്ടിലാണ് നമ്മൾ സ്റ്റോറി ചെയ്യാൻ പോകുന്നത്. അപ്പം അത് എങ്ങനെയാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പക്ഷെ നല്ല ഇതുണ്ട്, നമുക്ക് വായിക്കുമ്പോൾ വോൾ ഡെക്കർ പോലെയൊക്കെ വെക്കാം. നല്ലൊരു ഡിഫറെൻ്റ് കാര്യങ്ങളല്ലേ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകും. കുറച്ച് സ്റ്റോറി ഞാൻ പ്രിന്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ബോട്ടിലെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബോട്ടിലാണ്. പിന്നെ അതിന്റെ സ്റ്റിക്കറുകളും കാര്യങ്ങളൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി അതിൽ സ്റ്റിക്ക് ചെയ്യാൻ പോവാണല്ലോ. പെയിന്റ് ചെയ്യുന്നല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അതിന്റെ പേപ്പറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ ലയന്റെ മൗസിന്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ബോട്ടിലിൽ കുറച്ച് സ്പേസ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞു, സ്റ്റോറി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് കാടിന്റെ ലുക്ക് കിട്ടാം. കാരണം ഫോറസ്റ്റിന്റെ കഥയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ലയണിന്റെ കഥ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, കാട്ടിലെ രാജാവിനെ കുറിച്ചുള്ള കഥയാണ്. അപ്പോൾ കാടിന്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒരു കാടിന്റെ ലുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്മൾ പെയിന്റ്, ആക്രിലിക് പെയിന്റ്, ഞാൻ ഗ്രീൻ കളറാണ് കൂടുതൽ. അപ്പോൾ ആ ഒരു മരത്തിന്റെ കളർ, അതിൻ്റെ ഒരു പച്ചപ്പ് കിട്ടുന്ന കാടിന്റെ ഒരു ലുക്ക് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. കണ്ട അതിന്റെ ഫൈനൽ ലുക്ക് വേണ്ട. അപ്പൊ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ